ജി എസ് ടി രജിസ്ട്രേഷനുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഒരു ഫോമാണ് GSTR 9 എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവില്ല. ചിലർക്ക് അവരുടെ ടേൺ ഓവർ ബേസിൽ അത് ചിലർക്ക് നിർബന്ധമാണ്. അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. ഒരുപാട് കാലം കഴിഞ്ഞ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ നോട്ടീസ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് ഫയൽ ചെയ്യാൻ വിട്ടുപോയല്ലോ എന്ന് തോന്നിയിട്ട് നമ്മൾ ഒരുപാട് ലേറ്റ് ഫീ കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വരുന്നത്. നോർമലി ഇപ്പോൾ നമ്മൾ GST രജിസ്ട്രേഷനുള്ള എല്ലാവർക്കും അറിയാം 1 3B GSTR 1 GSTR 3B ഇങ്ങനെ ഒരു ഫണ്ട് ഫയലിംഗേ ഉള്ളൂ എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്നാൽ GSTR 9 എന്നൊരു ഫയലിംഗ് കൂടി ഉണ്ട്. GST രജിസ്ട്രേഷനുള്ള എല്ലാവരും ഈ ഒരു ഫയലിങ്ങിനെ കുറിച്ചിട്ട് ബോധേഡ് ആയിരിക്കണം. അത് അവർക്ക് ആപ്ലിക്കബിൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി അവർ കൺഫേം ചെയ്യണം. നിങ്ങളുടെ കൺസൾട്ടൻറ്റ് GST കൺസൾട്ടൻറ്റ് നിങ്ങളോട് പറയാൻ വിട്ടുപോയാലും അതിൻ്റെ ലേറ്റ് ഫീ കാര്യങ്ങൾ അടയ്ക്കേണ്ടത് ബാധ്യത നിങ്ങൾക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് GSTR 1 GSTR 9 എന്താ നോക്കാം. അത് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുന്നതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. GSTR 9 ആപ്ലിക്കബിൾ ആവുന്നത് റെഗുലർ രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ്. അതും ടേൺ ഓവർ ഒരു ഫിനാൻഷ്യൽ ഇയർ, അത് ഏപ്രിൽ ടു മാർച്ച്. നമുക്ക് ഈ കൊല്ലം ചെയ്യാനുള്ളതാണെങ്കിൽ 24-25 ഫിനാൻഷ്യൽ ഇയറിൽ ഏപ്രിൽ ടു മാർച്ച് 2 കോടിയുടെ മേലെ ടേൺ ഓവർ സെയിൽസ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ GSTR 9 ചെയ്തിരിക്കണം. GSTR 9 ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് ഈ വരുന്ന ഡിസംബർ 31, 2025 കഴിഞ്ഞ ഫിനാൻഷ്യൽ 24-25 ലാസ്റ്റ് ഡേറ്റ് ഈ ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. 2 കോടിയുടെ മേലെ ടേൺ ഓവർ ഇല്ലെങ്കിലും അതിന് താഴെ ടേൺ ഓവർ ഉള്ളവർക്ക്, അതിന് താഴത്തെ ടേൺ ഓവർ ഉള്ള എല്ലാവർക്കും അത് ഓപ്ഷണലാണ്. ചെയ്യാം, ചെയ്യാതിരിക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യുക നമ്മൾ ചെയ്യലായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. കാരണം GSTR 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തെ ടോട്ടൽ സെയിൽസ്, ടോട്ടൽ പർച്ചേസ്, നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തതിൻ്റെ സമ്മറി അല്ലെങ്കിൽ ഇൻപുട്ട് എടുത്തതിൻ്റെ സമ്മറി, ഇങ്ങനെ മൊത്തത്തിൻ്റെ ഒരു സമ്മറിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടേൺ ഓവർ നോക്കാതെ തന്നെ എപ്പോഴും ആ GSTR 9 ആ കറക്റ്റ് ടൈം പീരീഡിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്.